ഹൈബ്രിഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ തൃശ്ശൂർ സെഷൻ കോർട്ട് ഹൈറിച്ചിൻ്റെ കേസ് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മാറ്റിവെച്ച കേസാണ് പ്രാവശ്യം പരിഗണിക്കുന്നത്. തൃശ്ശൂർ സെഷൻ കോർട്ടിൻ്റെ നടപടികളെ സ്വാധീനിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ 10,000 ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പോയ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് തങ്ങൾക്ക് പരാതിയൊന്നുമില്ല, ഈ മണി ചെയിൻ തട്ടിപ്പ് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അഫിഡവിറ്റെല്ലാം സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ കോടതി നടപടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തൃശ്ശൂർ സെഷൻ കോർട്ടിന് മുൻപിൽ ഇനി വലിയ തടസ്സങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണ പരിഗണിക്കുമ്പോൾ ഇവർ FIR റദ്ദാക്കാൻ കൊടുത്ത ഒരു കേസ് ഹൈക്കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതെന്തായാലും പിൻവലിച്ച് ഓടിയ സ്ഥിതിക്ക് ഇനി തൃശ്ശൂർ സെഷൻ കോർട്ടിന് മുൻപിൽ മറ്റു നടപടിക്രമങ്ങളൊന്നും ബാക്കിയില്ല. ഇനി അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചെയ്യാനുള്ളത് ബഡ്സ് അതോറിറ്റി താൽക്കാലികമായി ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ FIR റദ്ദാക്കാൻ വേണ്ടി കൊടുത്ത പരാതി അതിനൊരു തടസ്സമായിരുന്നു. ഇത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് 90 ദിവസത്തിനുള്ളിൽ സ്ഥിരപ്പെടുത്തണം എന്നാണ് ബഡ്സ് ആക്ട് നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 90ാമത്തെ ദിവസമാണ് 15-ാം തീയതി. കോടതി ഇവരുടെ ജപ്തി ചെയ്ത നടപടിയും ഫ്രീസ് ചെയ്ത നടപടിയും ബഡ്സ് അതോറിറ്റി ചെയ്ത നടപടിയെ സ്ഥിരപ്പെടുത്തി ഒരു ഉത്തരവിറക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പിന്നീട് 2 മാസത്തിനുള്ളിൽ ഇവരുടെ പ്രോപ്പർട്ടികൾ വിറ്റ് കാശാക്കണമെന്നാണ് ബഡ്സ് ആക്റ്റിൽ പറയുന്നത്. തുടർന്നുള്ള മാസങ്ങളിൽ അത് നിക്ഷേപകർക്ക് വിതരണം ചെയ്യണമെന്നും ഇവരുടെ കയ്യിൽ പ്രോപ്പർട്ടി ആയിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവരുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളിൽ തന്നെയാണ് കൂടുതലായിട്ടും പൈസ ഉള്ളത്. പിന്നെ വളരെ കുറച്ച് ആളുകൾ പരാതിയുമായി വന്നതുകൊണ്ട് തന്നെ പരാതി കൊടുത്തവർക്കെല്ലാം പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിയമം നിർവചിക്കുന്നത് പോലെ നടന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ അബ്ദുൽ ബാരി സാറും അയ്യൂബൊക്കെ തുരുതുരാ വീഡിയോകൾ ഇടുന്നുണ്ട്. ഞാൻ വളരെ ആസ്വദിച്ച് കാണുന്നൊരു വീഡിയോ ആണ് അബ്ദുൽ ബാരി സാറിൻ്റെ. അദ്ദേഹം വളരെ സരസമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകത. എന്നാലും ഒന്നും അറിയില്ലെങ്കിലും പറഞ്ഞ് ഫലിപ്പിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ വീഡിയോ ഞാൻ കണ്ടു, ഒരുപാട് ആസ്വദിച്ചു. അദ്ദേഹം ചോദിക്കുന്ന $1 മില്യൺ ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്. കോടതി ഇവർ EDയുടെ കേസിൽ കോടതിയുടെ വിധി അപ്ലോഡ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി, അവർ ഊഹാപോഹം പറയുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അബ്ദുൽ ബാരി സാറേ, കോടതി വാദമെല്ലാം കേട്ടതിന് ശേഷം ഞാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവല്ല ജഡ്ജ് ചെയ്യാം. വിധിയുടെ ഒരു സംക്ഷിപ്ത രൂപം അദ്ദേഹം പറയും. പിന്നീട് അദ്ദേഹം ചേംബറിൽ നിന്ന് വിധി എഴുതിയതിന് ശേഷം സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സൈൻ ചെയ്ത് ഇതൊക്കെ കുറച്ച് ദിവസം എടുക്കുന്ന പ്രോസസ്സാണ്. എന്നാൽ അദ്ദേഹം വിധിയായിട്ട് പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം വിധിയായിട്ട് എഴുതുകയും ചെയ്യുക. അപ്പോൾ ഈ കോടതി നടപടികൾ വീക്ഷിച്ചവർക്കെല്ലാം കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം കോടതിയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റും. കോടതി നടപടികൾ ഇപ്പോൾ ഓൺലൈനായിട്ട് വീക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളെല്ലാം തന്നെ കോടതി നടപടികൾ കണ്ടതാണ്. കോടതിയിൽ ജഡ്ജ് പറഞ്ഞതെല്ലാം കേട്ടതാണ്. മാധ്യമങ്ങൾ ഒരുപക്ഷെ അവിടെ പോയിട്ട് തന്നെ അത് കേട്ടിരിക്കും. നിങ്ങളുടെയും ഒരുപാട് പേര് അത് കേട്ടിരുന്നു. അയ്യൂബ് ഖാൻ്റെയും അബ്ദുൽ ബാരിയുടെയൊക്കെ വീഡിയോ കണ്ട് ആശ്വാസം കണ്ടെത്തി ഇരിക്കുന്നവർക്ക് അങ്ങനെ തന്നെ തുടരാം. അയ്യൂബ് ഖാൻ ഇതിൽ പൈസ ഒന്നും നഷ്ടമായിട്ടില്ല. അബ്ദുൽ ബാരി സാറിനാണെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കോടിയുടെ അടുത്തെത്തുന്ന കുറച്ച് ലക്ഷങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനൊക്കെ ന്യായീകരിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പൈസ നഷ്ടമായ നിങ്ങൾക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ വീണ്ടും കോടതി നടപടിയുടെ വിശേഷങ്ങളുമായിട്ട് വരണ്ട്.